വീടും കെട്ടിവെച്ചിട്ട് ഇവിടെ ഒന്നും ഇല്ല പോലും. നല്ല ഇടിയും മഴയും വരുന്നുണ്ട്. മിന്നൽ ഏത് നിമിഷം ഇവിടെ കേറാൻ, പൊട്ടിപ്പൊളിഞ്ഞ് വീഴാൻ. കേട്ടാ ശിവ ശിവ എന്തായി പറയണേ? നിങ്ങൾ ആരാ? ആരാണെന്ന്? ഞാൻ ഇവിടെ പിച്ചക്കാരൻ. പിച്ചക്കാരൻ? പിച്ചക്കാരനാ? ഞാൻ ഇവിടെ പിച്ച കണ്ടാൻ വന്നതാ. എന്നിട്ട് എന്തോ അവിടെ ചെന്നപ്പോ പറഞ്ഞു ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അവിടെ ഒരു പെണ്ണുപിള്ളെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാ? അങ്ങനെ പറഞ്ഞു. ആഹാ, ഈ വീടിന്റെ അധികാരി നോമാണ്. അപ്പൊ നിങ്ങളുടെ പെണ്ണുപിള്ളയാണോ അത്? വരിക. അവള് പറഞ്ഞു ഒന്നും തരത്തില്ല. അത് പറയാൻ അവർക്ക് അവകാശം ഇല്ല. നമ്മുടെ അന്തർജനമാണ്, അവർക്ക് അവകാശം ഇല്ല. അവകാശം ഇല്ലേ? വര. അപ്പൊ വരുന്ന് അന്തർജന അങ്ങനെ കൊട്ടാനുള്ള അവകാശം നിനക്ക് ഇല്ല. ഇങ്ങോട്ട് കടന്ന് വര. നീ എന്താ പറഞ്ഞേ? ഇവിടെ ഒന്നും ഇല്ലാന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഇങ്ങോട്ട് നീങ്ങിക്ക, ഇപ്പുറത്ത് നീങ്ങിക്ക. നീ എന്താ ചോദിച്ചേ? അമ്മ വെച്ചക്കണമ്മ വല്ലതും തരണേ അമ്മ. അപ്പൊ നീ എന്താ പറഞ്ഞേ? ഇവിടെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ പറയാനുള്ള അവകാശം ഇവക്ക് ഇല്ല. ഈ വീടിന്റെ അധികാരി നോമാണ്. നോം പറയും. നീ എന്താ ചോദിച്ചാ പറയാ? അമ്മ വല്ലതും തരണോ അമ്മ, വെച്ചക്കണ അമ്മ. ഇവിടെ ഒന്നും ഇല്ല. ഡോക്ടറെ ഒന്ന് കാണാൻ വേണ്ടി. അതെ, എനിക്ക് ഇന്നലെ രാത്രി പോലെ എന്താണെന്ന് അറിയില്ല, വയറ്റിനകത്തൂടെ ഈ ട്രെയിൻ ഓടും പോലെ കേട്ടോ. ഇപ്പൊ ഇല്ലല്ലോ. അപ്പൊ ഏതെങ്കിലും സ്റ്റേഷനിൽ നിർത്തി കാണാം. എന്തോ പ്രശ്നം? എന്താ തലയ്ക്ക് സുഖമില്ല. പിന്നെ ഓ ഇവിടെയാണ്. ശരി. അപ്പൊ ഏത് ഭാഗത്താണ് പോകുന്നത്? സിറ്റി തന്നെ. നല്ല കലാപരമായ രീതിയിൽ മീശ വെച്ചിരിക്കുന്ന ഫ്രാന്നല്ല, ഇത് പൂച്ച മാന്തിയതാണ്. അതെ, സാധാരണമായിട്ട് നമ്മള് ഈ പൂച്ച ഇങ്ങനെ വച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ഇത് മാറ്റുന്നതിന് വേണ്ടി ഇത് പാരാസെറ്റമോളുടെ കുഞ്ഞമ്മയുടെ മോൾ ആശാമോൾ എന്ന് പറയുന്നൊരു ഗുളികയാണ്. പകുതി പാലിൽ കലർത്തിയിട്ട് പകുതി നിനക്കും കൊടുക്കുക, പറ്റുമെങ്കിൽ പൂച്ചയ്ക്ക് പകുതി കൊടുക്കുക. അപ്പൊ അത് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇത് വരാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ ഈ അസുഖം പൂച്ച കടിച്ചു. അപ്പൊ ആ പൂച്ച ജീവിച്ചിരിപ്പുണ്ടോ? നന്നായി. അപ്പൊ എനിക്ക് മനസ്സിലായി അതിന്റെ ഒരു ഡെൻസിറ്റി എന്താണ്. എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് പറയുന്നത് എനിക്ക് ഭ്രാന്താണ്. അയ്യോ, അതാണ് പ്രശ്നം. ഇപ്പൊ ഭ്രാന്ത് എല്ലാവരുടെയും പറയാം. ഭ്രാന്താന്ന് ഒന്ന് പറഞ്ഞേ. ആരെ ഒന്ന് പറഞ്ഞേ? ഡോക്ടർ പറയണം. പോടാ ഭ്രാന്ത തെണ്ടി. രണ്ടാമത് പറഞ്ഞാലും നീ വാങ്ങി ചെവുക്കല്ലേ കണക്കാക്കി. ആദ്യം പറഞ്ഞത് ആർക്ക് വേണോ നമുക്ക് അങ്ങനെ പറയാം, പക്ഷെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭ്രാന്തില്ല. ഐ എം നോട്ട് എ ബാഡ് മാൻ. അപ്പൊ എന്താണ് താങ്കളെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം വരാനുള്ള കാരണം? സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ചെറുപ്പക്കാരനാണല്ലോ. ചെറുപ്പക്കാരെ മാത്രം പറയാം. അതെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാന്ന് വിചാരിച്ചു. അതെ അതെ. അവര് പെണ്ണ് കാണാൻ വേണ്ടി ഒരു പെണ്ണിന്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് പെണ്ണ് കാണാനിരുന്നു. അവിടെ ചെന്നപ്പോ ഇരുന്നപ്പോ അവര് പറയുക ഇപ്പം ഭ്രാന്തനാണെന്ന് പറഞ്ഞു. എന്നെ നോക്കി പറഞ്ഞു ഞാൻ ഭ്രാന്തനാണെന്ന്. കാരണമില്ലാതെ അങ്ങനെ പറയാനുള്ള കാര്യമല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ആരോടൊപ്പമാണ് ഇവിടെ കല്യാണം ആലോചിക്കുന്നതിന് വേണ്ടി പോയത്? എന്റെ ഭാര്യ 4 പിള്ളേരുമായിട്ട്. അതിന് പറഞ്ഞു എനിക്ക് ഭ്രാന്താണെന്ന്. സത്യം എനിക്ക് ഭ്രാന്തുണ്ടോ? എനിക്ക് മനസ്സിലായി കാര്യം. നിങ്ങൾക്കല്ല ഭ്രാന്ത്. കാര്യം ഭാര്യ 3 കുട്ടികളുള്ള നിങ്ങളെ അവിടെ ആ കുട്ടിയെ കല്യാണം കഴിച്ച് തരാന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ മാതാപിതാക്കളുണ്ടല്ലോ, അവർക്കാണ് ഭ്രാന്ത്. നിങ്ങൾ പോവുക. നിങ്ങൾ പോയതിനു ശേഷം ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഇങ്ങോട്ട് പറഞ്ഞേക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ല ഡോക്ടർ, മറ്റൊരു കാരണം കൂടി ഉണ്ട്. ഇനി വേറെ കാര്യം. പിന്നെ അപ്പൊ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച എന്റെ വീട് നിന്ന് അങ്ങ് കത്തി. എന്ത് ആഹ്ലാദത്തോടു കൂടി പറയുന്നത്. അതെ, വീട് നിന്ന് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കത്തി. ആഹ്ലാദം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചിരിച്ചോണ്ട് പറയരുത്. ആൾക്കാർ ചിലപ്പോൾ പറയും ഭ്രാന്താണെന്ന്. പക്ഷെ നിങ്ങൾക്ക് ഭ്രാന്തില്ല. പിന്നെ എന്താ സംഭവിച്ചത്? അതാണ് പറഞ്ഞു വരുന്നത്. ഞാൻ കുറച്ച് വെള്ളം കോരി ഒഴിച്ച് അടയ്ക്കാൻ ശ്രമിച്ച് ഇവരെല്ലാം കൂടി പറയുന്നു ഭ്രാന്താണ്. പ്രത്യേകിച്ച് ഇവൾ പറയുന്നു ഞാൻ ഭ്രാന്തനാണെന്ന്. അല്ല, ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വീട് കത്തി കഴിഞ്ഞാൽ ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് വെള്ളം കോരി ഒഴിക്കുകയാണ്, അത് തീ അണയ്ക്കുകയാണ്. അപ്പൊ അതിന് ഭ്രാന്തെന്ന് പറയേണ്ട കാര്യം ഇല്ല. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ വീട് കത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു ബക്കറ്റ് എടുത്തു വെള്ളം എടുക്കാൻ വേണ്ടി. ഞാൻ ഓടി എന്റെ വീടിന്റെ അടുത്തുള്ള പുഴയുടെ അടുത്ത് ചെന്നു. അവിടെ ചെന്നപ്പോ സംഭവമില്ല, വെള്ളമല്ല വള്ളമില്ല. പിന്നെ ഞാൻ ഈ പുഴ അങ്ങോട്ട് നീന്തി കടന്നു. അപ്പുറത്ത് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള പഞ്ചായത്ത് പൈപ്പ് വെള്ളം എടുത്ത് തിരിച്ച് പുഴയുടെ അടുത്ത് വന്നപ്പോ സംഭവം അവിടെ വീണ്ടും ഇല്ല, വള്ളമില്ല. അല്ല, വള്ളക്കാരെ ഇല്ല. പിന്നെ ഈ എടുത്ത വെള്ളം തലയിൽ ബക്കറ്റ് ഉണ്ടല്ലോ, തലയിൽ വെച്ചുകൊണ്ട് ഞാൻ നീന്തി ആറ്റിന്റെ ഇപ്പുറത്ത് വന്നപ്പോ സംഭവം വെള്ളം അത്രയും കംപ്ലീറ്റ് അങ്ങ് പോയി. പിന്നെ ഈ ആറ്റിൽ തന്നെ ഞാൻ വെള്ളം മൊത്തം കോരി ബക്കറ്റിൽ എടുത്തു. ഓടി വന്ന സംഭവം വീടിന്റെ അടുത്തേക്കും സംഭവം ഇല്ല, വെള്ളമില്ല. അല്ല, വീടില്ല. പിന്നെ മൊത്തം ചാരമായി പോയില്ലേ. പിന്നെ ഈ കൊണ്ടുവന്ന സംഭവം മെനക്കെടുത്ത് കളയേണ്ടെന്ന് വിചാരിച്ച് ഈ വെള്ളം മൊത്തം ഞാൻ ചാരത്തിലങ്ങ് ഒഴിച്ച് കളഞ്ഞു. ഇതിനാണ് ഇവരെല്ലാം കൂടി പറയുന്നത് എനിക്ക് ഭ്രാന്താണെന്ന്. അല്ല, സത്യത്തിൽ എനിക്ക് ഭ്രാന്തുണ്ടോ? ഒരിക്കലും നിനക്ക് ഭ്രാന്തില്ല. കേട്ടോണ്ടെന്ന് എനിക്കാണ് ഭ്രാന്ത്.